കരൂർ ദുരന്തത്തിൽ അട്ടിമറി ആരോപിക്കുകയാണ് ടി.വി.കെ. മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ടത് ഹർജിയുമായി. വിജയുടെ പര്യടനത്തിന് നേരെ കല്ലേറുണ്ടായിരുന്നുവെന്നും പോലീസ് അകാരണമായി ലാത്തി വീശിയെന്നും ടി.വി.കെ. ആരോപിക്കുന്നുണ്ട്. ടി.വി.കെയുടെ വാദങ്ങളെല്ലാം തമിഴ്നാട് പോലീസ് തള്ളുകയാണ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പോലീസ് അന്വേഷണവും ആരംഭിച്ചു. സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ടി.വി.കെ. മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദുരന്തത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ടി.വി.കെയുടെ ആരോപണം. വിജയ് വന്ന സമയത്ത് അകാരണമായി വൈദ്യുതി തടസ്സപ്പെടുത്തി, കല്ലേറുണ്ടായി, യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ലാത്തി വീശി. ഇതാണ് തിക്കിനും തിരക്കിനും ഇടയാക്കിയതെന്നാണ് ടി.വി.കെ. നൽകിയ ഹർജിയിൽ പറയുന്നത്. അന്വേഷണത്തിനായി CBI-യെയോ പ്രത്യേക അന്വേഷണ സംഘത്തെയോ നിയോഗിക്കണമെന്നും ആവശ്യമുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് കോടതി ഹർജി പരിഗണിക്കും. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ് പോലീസ്. Everybody wants to see their leader and that's they are pushing towards the vehicle. That's because there are a lot of youngsters who are not even willing to listen to anybody, even to the volunteers, the bouncers. Yes, some of the conditions have been violated. Yes, yeah. ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും ADGP തല അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോയാൽ വിജയ്ക്ക് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാകുമോ എന്ന ആശങ്ക DMK-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ നടപടികൾ ഉണ്ടാകൂ. உயர்நீதிமன்றத்தினுடைய ஓய்வற்ற நீதிபதி தலைமையில ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணையம் விசாரிச்சு முழுமையா சொல்லணும். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் നോക്കത്തോട് എதைയും சொல்ல വിരുമ്പല. നേരത്തെ ടി.വി.കെയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ടി.വി.കെക്ക് എന്ന പോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന വിമർശനവും ശക്തമാണ്. വിജയിയെ കാണാൻ ഇത്ര വലിയ ആൾക്കൂട്ടം വരുമെന്നറിഞ്ഞിട്ടും പോലീസ് മതിയായ ക്രമീകരണം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ ഇതിനെയെല്ലാം തള്ളുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. ദുരന്തം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോഴും വിജയ് കരൂരിലെത്തിയിട്ടില്ല. നാളെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും വിജയുടെ തുടർ നീക്കങ്ങൾ. കോടതി പരാമർശങ്ങൾ സർക്കാരിൻ്റെ തുടർ നടപടികളെയും സ്വാധീനിച്ചേക്കും. ചെന്നൈയിൽ നിന്നും KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.